ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ് കേട്ടോ, ഉണ്ടംപൊരി. ഞങ്ങളുടെ നാട്ടിൽ കായപ്പം എന്ന് പറയും, സ്വീറ്റ് ബോണ്ട, പഴക്കേക്ക് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. ഉണ്ടംപൊരി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മൈദക്കും പകരം ഗോതമ്പ് മാവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കായ ചതച്ചതും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നിറച്ചെടുത്തിട്ടില്ല. ബേക്കിംഗ് സോഡ ഓവറായി പോകരുത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത് തീർത്തും ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തതാണ്, ഒരു 200 to 250, മാക്സിമം മധുരം വേണമെങ്കിൽ 250 ഗ്രാം വരെ ആവാം. അത് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ശർക്കരയ്ക്കും പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ 2 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് പഞ്ചസാര കറക്റ്റ് അളവാണ്. ഞാൻ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് എത്ര കറക്റ്റാണെന്ന് പറയുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം കൈവച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പഴം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പഴം നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ കുട്ടികൾക്ക് പഴം ഇഷ്ടമില്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ പഴം ചേർക്കാത്തത്. ഇനി ഇത് കൈവച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വിസ്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. കൈകൊണ്ട് തന്നെ ഒരു 10 to 15 മിനിറ്റ് വരെ നല്ലോണം മിക്സ് ചെയ്യണം. നല്ല ഫ്ലഫി ആയി വരും. അതുവരെ നല്ലോണം മിക്സ് ചെയ്യുക. ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം. കാര്യമായിട്ടുള്ള ഇതിൻ്റെ മിക്സിങ്ങിലാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുക. ഇപ്പോൾ ഇതാ കണ്ടില്ല, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ നല്ലോണം കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 10 to 15 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇഡ്ഡലി മാവിനേക്കാൾ കുറച്ചുകൂടി കട്ടിയുള്ള കൺസിസ്റ്റൻസി. പിന്നെ നിങ്ങളിത് രാവിലെയാണ് നിങ്ങൾക്ക് ഉണ്ടംപൊരി ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ രാത്രിയിൽ മാവ് റെഡിയാക്കി വെക്കുക. ഈവനിങ്ങിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ റെഡിയാക്കാം. ഞാനിപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെയാണ് ഞാനിത് റെഡിയാക്കി വെക്കുന്നത്. ഇപ്പോൾ സമയം ഇവിടെ 8 മണിയായി. ഇനി ഈ സമയത്ത് റെഡിയാക്കി വെച്ച് വൈകുന്നേരം ഞാനിത് പൊരിച്ചെടുക്കുള്ളൂ. കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ നല്ല ഫ്ലഫി ആയി കിട്ടുന്നവരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള നല്ല സോഫ്റ്റായ ഉണ്ടംപൊരി നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഗ്യാരണ്ടി തരാണ്. ഇനി നമുക്കിത് വൈകുന്നേരം വരെ റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ബബിൾസൊക്കെ അങ്ങനെ വന്ന് നിൽക്കുന്നത്. നല്ലോണം ഫെർമെൻ്റായിട്ടാണിത്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ല, എനിക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യം, നിങ്ങൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് അതിൻ്റെ ഒരു കളറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു വെള്ള കളറായി കൊണ്ട് നിൽക്കും. ഞാനിപ്പോൾ അത് ശർക്കരയാണ് ഉപയോഗിച്ചുകൊണ്ടിട്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ അത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ലോണം ചൂട് വേണം. അതുപോലെ തന്നെ ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണയും വേണം. പക്ഷേ എണ്ണ ഒന്നും ഒരുപാട് കുടിക്കൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് എണ്ണ മതി ഇതിലേക്ക്. പക്ഷേ നിറയെ എണ്ണ ഇല്ലെങ്കിൽ വിണ്ട് കീറും. അതുപോലെ തന്നെ ഞാൻ വളരെ ചെറിയ വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല വലിയ ഡബിൾ സൈസായിട്ട് വരും. പിന്നെ കുട്ടികൾക്കൊക്കെ കയ്യിൽ പിടിക്കാൻ സുഖം ചെറുതാണ്. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ വലുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുത്ത ശേഷം മാവെടുത്ത് ഉണ്ടാക്കി
ഇട്ട് കൊടുത്താൽ മതി. ഞാൻ സ്പൂൺ കൊണ്ടൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് സിമ്മിലിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള സ്ട്രക്ചറിലുള്ള സോഫ്റ്റായ ഉണ്ടംപൊരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.